കൃഷിഭവനിലൊക്കെ തെങ്ങും തൈ വന്നിട്ടുണ്ടേ. തെങ്ങും തൈ എല്ലാവരും വാങ്ങിച്ച് നടണം. അപ്പോൾ സാധാരണ തെങ്ങും തൈ നടുമ്പോഴത്തേക്ക് ചീത്തയായി പോകുന്നൊക്കെ പറയും. നമ്മൾ നോക്കാത്തതുകൊണ്ടാണ് തെങ്ങും തൈ ചീത്തയായി പോകുന്നത്. കൃത്യമായ ഇടവേളകളിൽ വളം കൊടുക്കുകയോ ഒപ്പം തന്നെ പരിചരണം കൊടുക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ഇനി പോയാൽ തന്നെ നമ്മളെപ്പോഴും തെങ്ങും തൈ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ 1-2 തവണ വെച്ച് പോയി എന്ന് കരുതി നമ്മൾ വീണ്ടും അത് വെക്കാതിരിക്കരുത്. അത് നമ്മൾ മണ്ടത്തരമാണ്. തെങ്ങും തൈ എപ്പോഴും നമ്മൾ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കണം. പോയാലും സാധാരണ തെങ്ങും തൈ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറച്ച് കൃഷി വകുപ്പിന് കൊടുക്കുന്ന തെങ്ങും തൈ. നിരന്തരം നിങ്ങൾ വെക്കാൻ വേണ്ടിയും വെച്ച് പരമാവധി നമ്മൾ തെങ്ങ് വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് നിരന്തരമായി തെങ്ങും തൈ ഇത്രയും വില കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. വെളിയിലൊക്കെ നല്ല വിലയാണ്. അപ്പോൾ എങ്കിൽ പോലും അത്രയും വിലയില്ലാതെ അതിൻ്റെ 4-1 വിലയായിട്ടൊക്കെയാണ് ഒരു കൃഷിഭവനിലൊക്കെ കൊടുക്കുന്നത്. അത് 50 രൂപയും 125 രൂപയാണ് വില. ഹൈബ്രിഡിന് 125 അല്ലാതുള്ള WCT എന്ന് പറയുന്ന ഇനമുണ്ട്. സാധാരണ വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്ന ഇനമുണ്ട്. ആ ഇനത്തിന് നമ്മൾ ഇവിടെ 50 രൂപയും വെച്ചിട്ടാണ് വില കൊടുത്ത് ഇത് കർഷകർ കൊടുക്കുന്നത്. അപ്പോഴത് എല്ലാവരും പോയി എന്ന് കരുതി, ഒരു തവണ നട്ട് പോയി എന്ന് കരുതി ആരും ഇത് ചെയ്യാതിരിക്കരുത്, കൃഷി ചെയ്യാതിരിക്കരുത്. കാരണം അങ്ങനെയാണ് തെങ്ങ് പോകും. നമ്മൾ വീണ്ടും വെക്കുന്നത് TND ഇനമാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും അത് വെക്കണം കേട്ടോ, വെക്കാതിരുന്ന് കഴിഞ്ഞാലാണ് ഇത് 250 TND വില. അപ്പോൾ നമ്മളിത് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തെങ്ങിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പോയാലും നമ്മൾ വീണ്ടും ഇങ്ങനെ നികത്തിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇത് 100 രൂപയാണിത്. ഇത് ഡ്വാർഫ് ഇനമാണ് തെങ്ങും തൈ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തെങ്ങും തൈ പോയി എന്ന് പറഞ്ഞുകൊണ്ട് തെങ്ങ് കൃഷിയെ അവസാനിപ്പിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് മണ്ടത്തരമാണ്, പോകും. സാധാരണ ഗതിയിൽ അങ്ങനെയാണ്. ചിലപ്പോൾ ചെല്ലി കയറിയും വെള്ളം കയറിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമ്മൾ അത് വീണ്ടും വെക്കണം കേട്ടോ, വെക്കാതിരിക്കരുത്. ഇത് ഡാർഫിൻ്റെ ടാൾ DNT എന്ന് പറയുന്ന ഇനമാണിത്. ഇതിന് പൊതുവെ പൊക്കം വെക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഉൽപ്പാദനശേഷിയുള്ള തെങ്ങും തൈകൾ കേട്ടോ, മികച്ച നിലവാരമുള്ള തെങ്ങും തൈകളാണ്. നമ്മൾ പരിചരണം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് 250 രൂപയാണ് വില. കഴിഞ്ഞ വർഷം 125 ആയിരുന്നു. ഇപ്പം വില കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തെങ്ങും തൈ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കണം. വെളിയിലൊക്കെ 400 രൂപ 450 രൂപയൊക്കെ വിലയായിട്ടുണ്ട് കേട്ടോ തെങ്ങും തൈക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടുന്ന ഓഫറിൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വെക്കണം. നല്ല തെങ്ങും തൈ, നല്ല ക്വാളിറ്റി തൈകളാണ്. അപ്പോൾ ആ ക്വാളിറ്റി തൈയുടെ ഗ്രിത്താണ് നമ്മൾ നോക്കേണ്ടത്. ഗ്രിത്ത് എന്ന് പറയുമ്പോൾ ഈ കടവണ്ണം കേട്ടോ, ഇത് ഒരു 10 സെൻറ്റിമീറ്റർ മുകളിൽ കനം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഒരു തെങ്ങും തൈ എന്ന് പറയുമ്പോൾ അതിന് 10 സെൻറ്റിമീറ്ററിന് മുകളിൽ നമുക്ക് കനം ഉണ്ടാകണം. അപ്പോൾ അതാണ് നല്ല തെങ്ങും തൈ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇത് ഇതാണ് നല്ല ക്വാളിറ്റി തൈകളാണ്. 10 സെൻറ്റിമീറ്ററിന് മുകളിലൊക്കെ നല്ല ക്വാളിറ്റി തൈകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് വെക്കണം. വാങ്ങിച്ചുകൊണ്ട് വെച്ച് ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ, ഇതെല്ലാം ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷമാണിത് പബ്ലിക്കിന് ഈ തെങ്ങും തൈ കൊടുക്കുന്നത് കേട്ടോ. നല്ല തെങ്ങും തൈ അല്ലാത്തതൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷമൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയിലൊന്നും മോശമാണെന്ന് ആരും വിചാരിക്കും. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമ്മുടെ പരിചരണത്തിൻ്റെ ചില പാളിച്ചലുകൊണ്ടൊക്കെയാണ് ചിലപ്പോഴൊക്കെ ചീത്തയായി പോകുന്നത്. ഇതാ തേങ്ങയൊക്കെ ഉണ്ടോ, ഇത് വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്നത് WCT ഇനമാണ്. കുറ്റിയാടി നല്ല ഒന്നാന്തരം തെങ്ങ്, നല്ല ക്വാളിറ്റിയുള്ള തെങ്ങും തൈകളാണ് നോക്കണം കേട്ടോ. അപ്പോൾ ഈ തെങ്ങും തൈ നിങ്ങൾ വാങ്ങിക്കണം. വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ ആ തൈയുടെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ. അപ്പോൾ അത് വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്ന ഇനമാണ്, WCT എന്ന് പറയും. അപ്പോൾ നമ്മളിത് നിർബന്ധമായും എല്ലാവരും ഇത് അവസരം പരമാവധി ഉപയോഗിച്ചിട്ട് നമ്മൾ തെങ്ങയുടെയൊക്കെ വില അറിയാമല്ലോ. നമ്മൾ വളരെ പിന്നിലേക്ക് പോയി നമ്മുടെ സ്റ്റേറ്റ്. നമ്മൾ മടിയന്മാരായി പോകുന്നത് കൊണ്ടാണ് നമ്മളിത് പിന്നെയും ഒരു വട്ടം പോയതിനു ശേഷം പിന്നെയും നമ്മൾ നടാതിരിക്കുന്നതൊക്കെ മടിയന്മാരായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടിയന്മാരായി പോകാൻ പാടില്ല. നമ്മൾ കൃഷി ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന പേര് തന്നെ മാറ്റേണ്ടുന്ന സാഹചര്യമായി പോകും. കാര്യം വെച്ചാൽ ഇത്രയും തെങ്ങില്ലാതെ വരും. അതുകൊണ്ട് എല്ലാവരും ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇത് വീണ്ടും തെങ്ങും തൈ വെക്കാൻ തയ്യാറാണ്. വലിയ ചിലവൊന്നുമില്ല. നമ്മൾ വെറുതെ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്ന പൈസയുടെ 4-1 പൈസ ഒരു വർഷം തെങ്ങും തൈക്ക് ആകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലാരും മടി വിചാരിക്കരുത്. മടി വിചാരിച്ചാൽ അറിയാമല്ലോ, ഇപ്പോൾ വെളിച്ചെണ്ണ വില വെച്ചൊക്കെ അറിയാമല്ലോ. മടി വിചാരിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ പ്രശ്നമൊക്കെ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇനിയായാലും അത് ആ ഒരു സാഹചര്യം ഭാവിയിലെങ്കിലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.